മുടികൊഴിച്ചിലും താരനും ഇനി പഴങ്കഥ. ദ അൾട്ടിമേറ്റ് ഹെയർ ട്രാൻസ്ഫർമേഷൻ ഗൈഡ് ഫോർ മെൻ. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ നെറ്റി കയറുന്നതും മുടിയുടെ കട്ടി കുറയുന്നതും കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? കുളിച്ചു കഴിയുമ്പോൾ ഡ്രെയിനേജിൽ അടിഞ്ഞുകൂടുന്ന മുടി കാണുമ്പോൾ ഞാൻ വഴുക്കനാകാൻ പോവുകയാണോ എന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മലയാളി പുരുഷന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ തെറ്റായ ധാരണകൾ ഉള്ളതുമായ ഒരു വിഷയമാണ് ഹെയർ കെയർ. മാർക്കറ്റിൽ കാണുന്ന സകല എണ്ണകളും ഷാമ്പുകളും വാരിത്തേച്ചിട്ടും നിങ്ങളുടെ മുടി പഴയതുപോലെ തന്നെ ഇരിക്കുന്നതിന്റെ കാരണമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ലക്ഷ്യമിടുന്നത് ലക്ഷണങ്ങളെയാണ്, യഥാർത്ഥ കാരണത്തെയല്ല. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുടിയെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത 5 കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും മുടി വളർത്തുക എന്നത് ഒരു ഭാഗ്യമല്ല, മറിച്ച് അതൊരു സയൻസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് മുടി എന്നത് ശരീരത്തിന് പുറത്തുള്ള ഒന്നാണെന്നാണ്. എന്നാൽ സത്യത്തിൽ മുടി എന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ആഭ്യന്തര ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങളുടെ ലുക്ക് മാറ്റാൻ ഒരു പുതിയ ഹെയർ സ്റ്റൈൽ മാത്രം മതി. പക്ഷേ ആ ഹെയർ സ്റ്റൈൽ നിലനിൽക്കണമെങ്കിൽ ആരോഗ്യമുള്ള മുടി വേണം. ഒരു വലിയ കെട്ടിടം പണിയുന്നതിനു മുൻപ് അതിന്റെ ഫൗണ്ടേഷൻ ശക്തമാക്കുന്നത് പോലെ നിങ്ങളുടെ മുടിയിൽ പ്രോഡക്റ്റുകൾ പരീക്ഷിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ ബേസിക്സ് ശരിയാക്കണം. അതിനുള്ള 5 വഴികളിലേക്ക് നമുക്ക് കടക്കാം. മുടിയുടെ കാര്യത്തിൽ നമ്മളൊരു സിസ്റ്റം പിന്തുടരുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ജിമ്മിൽ പോകാതെ എങ്ങനെയൊരു അത്ലറ്റിക് ബോഡി ഉണ്ടാക്കാമെന്ന്. അതിനുള്ള ഉത്തരമാണ് എന്റെ അൾട്ടിമേറ്റ് കാലിസ്ഥനിക്സ് ഗൈഡ്. സാധാരണഗതിയിൽ 3999 രൂപ വിലയുള്ള ഈ പ്രീമിയം ഓൺലൈൻ വീഡിയോ കോഴ്സ് വർക്കൗട്ട് ഉപകരണങ്ങളൊന്നുമില്ലാതെ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് എങ്ങനെയൊരു ഗ്രീക്ക് ഗോഡ് ഫിസീക്ക് ഉണ്ടാക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ്. നമ്മുടെ ഈ ചാനലിലെ കമ്മ്യൂണിറ്റി വളർത്തുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ വെറും 89 രൂപയ്ക്ക് ഈ 4000 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും. വെറുമൊരു ചായ കുടിക്കുന്ന ചിലവിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനുള്ള അവസരമാണിത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് മുടിയുടെ കാര്യത്തിലേക്ക് തിരിച്ചുവരാം. സീക്രട്ട് നമ്പർ 1. മുടിയുടെ കട്ടി കുറയുന്നത് ഷാംപൂ കൊണ്ടല്ല. ബ്ലഡ് ഫ്ലോ ഇസ് കീ. നിങ്ങളുടെ മുടി മെലിഞ്ഞു വരികയാണോ? കട്ടി കുറഞ്ഞും ജീവനില്ലാത്ത രീതിയിലും കാണപ്പെടുന്നുണ്ടോ? ഉടനെ പോയി വോളിയം നൽകുന്ന ഷാംപൂ വാങ്ങുന്നതിന് മുൻപ് ഇത് കേൾക്കുക. ഷാംപൂവിന് നിങ്ങളുടെ മുടിയിൽ ഒരു കോട്ടിംഗ് നൽകി താൽക്കാലികമായി കട്ടി തോന്നിപ്പിക്കാൻ മാത്രമേ കഴിയൂ. യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടത്തിന്റെ കുറവാണ്. നമ്മുടെ ഓരോ മുടിവേരും ഒരു ചെറിയ ഫാക്ടറി പോലെയാണ്. അതിന് പ്രവർത്തിക്കാൻ ഓക്സിജനും ന്യൂട്രിയൻസും വേണം. അതെത്തിക്കുന്നത് രക്തമാണ്. രക്തയോട്ടം കുറയുമ്പോൾ മുടിവേരുകൾ ഉറങ്ങാൻ തുടങ്ങും. മുടി ശോഷിച്ചു വരും. ദ ആക്ഷൻ പ്ലാൻ: ദിവസവും 5 മിനിറ്റ് സ്കാൽപ്പ് മസാജ് ശീലമാക്കുക. വിരലുകളുടെ അറ്റം ഉപയോഗിച്ച് തലയോട്ടിയിൽ ചെറിയ വട്ടത്തിൽ മസാജ് ചെയ്യുക. ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും വേരുകളിലേക്ക് പോഷകങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഇതിനായി വില കൂടിയ ഓയിലുകൾ വേണ്ട, നിങ്ങളുടെ വിരലുകൾ മാത്രം മതി. സീക്രട്ട് നമ്പർ 2. എണ്ണ തേക്കുന്നതിലെ വലിയ അബദ്ധം. ഓയിൽ വേഴ്സസ് മോയ്സ്ചർ. മലയാളികളായ നമ്മൾ മുടിയിൽ എണ്ണ തേക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഉണങ്ങി വരണ്ട മുടിയിൽ എണ്ണ തേക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഡ്രൈ ഹെയർ എന്നാൽ എണ്ണയുടെ കുറവല്ല, ഈർപ്പത്തിന്റെ, മോയ്സ്ചറിന്റെ കുറവാണ്. എണ്ണ ഒരു സീലന്റ് മാത്രമാണ്. അതായത് ഉള്ളിലുള്ള ഈർപ്പത്തെ പുറത്തുപോകാതെ തടഞ്ഞു നിർത്താനേ എണ്ണയ്ക്ക് കഴിയൂ. നിങ്ങൾ ഉണങ്ങിയ മുടിയിൽ എണ്ണ തേക്കുമ്പോൾ പുറത്തുള്ള ഈർപ്പത്തെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ നിങ്ങൾ മുടിയെ കൂടുതൽ ഡ്രൈ ആക്കുകയാണ്. ദ ആക്ഷൻ പ്ലാൻ: മുടി കഴുകിക്കഴിഞ്ഞ ശേഷം ചെറിയ ഈർപ്പമുള്ളപ്പോൾ അഥവാ ഡാംപ് ഹെയറിൽ മാത്രം എണ്ണയോ സെറമോ പുരട്ടുക. അപ്പോൾ മുടിക്കുള്ളിലെ വെള്ളത്തെ എണ്ണ ലോക്ക് ചെയ്യും. ഇതാണ് മുടിക്ക് സോഫ്റ്റ്നെസ് നൽകാനുള്ള ഏക വഴി. ഉണങ്ങിയ മുടിയിൽ എണ്ണ തേക്കുന്ന ശീലം ഇന്നു തന്നെ നിർത്തുക. സീക്രട്ട് നമ്പർ 3. താരൻ ഒരു ശാപമല്ല, അതൊരു ഫംഗസാണ്. ഡാൻഡ്രഫ് സ്ട്രാറ്റജി. താരൻ കണ്ടാലുടനെ എണ്ണ തേക്കുന്നവർ ചെയ്യുന്നത് തീ കൊള്ളുന്നിടത്ത് പെട്രോൾ ഒഴിക്കുന്നത് പോലെയാണ്. താരൻ ഉണ്ടാകുന്നത് തലയോട്ടിയിലെ അമിതമായ എണ്ണമയവും അവിടെ വളരുന്ന ഒരു തരം ഫംഗസും കാരണമാണ്. നിങ്ങൾ എണ്ണ കൂടുതൽ തേക്കുമ്പോൾ ഈ ഫംഗസിന് നിങ്ങൾ ആഹാരം കൊടുക്കുകയാണ്. താരൻ കൂടുമ്പോൾ ചൊറിച്ചിലുണ്ടാവുകയും മുടിവേരുകൾ ദുർബലമാവുകയും ചെയ്യും. ഇത് പിന്നീട് വൻതോതിലുള്ള മുടികൊഴിച്ചിലിന് കാരണമാകും. ദി ആക്ഷൻ പ്ലാൻ: ആഴ്ചയിൽ 2 തവണ ഒരു മെഡിക്കേറ്റഡ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ
കീറ്റോകോണസോൾ അല്ലെങ്കിൽ സിങ്ക് പിരിഥിയോൺ അടങ്ങിയത് ഉപയോഗിക്കുക. ഷാംപൂ തേച്ച് 5 മിനിറ്റ് തലയിൽ വച്ച ശേഷം മാത്രം കഴുകിക്കളയുക. ബാക്കി ദിവസങ്ങളിൽ സാധാരണ വെള്ളത്തിൽ മാത്രം തല കഴുകുക. താരനുള്ളപ്പോൾ ഒരിക്കലും എണ്ണ തേച്ച് ഉറങ്ങരുത്. സീക്രട്ട് നമ്പർ 4, ഓയിലി സ്കാൽപ്പ്. നിങ്ങൾ അറിയാത്ത സത്യം, ദി ഓയിലി സ്കാൽപ്പ് പാരഡോക്സ്. ചിലർക്ക് രാവിലെ കുളിച്ചാൽ വൈകുന്നേരമാകുമ്പോഴേക്കും തലയിൽ എണ്ണ തേച്ചതുപോലെ ഇരിക്കും. ഇതിനു പരിഹാരമായി പലരും സ്ട്രോങ് ആയ ഷാംപൂ ഉപയോഗിക്കും. ഇതാണ് ഏറ്റവും വലിയ ട്രാപ്പ്. നിങ്ങൾ ഷാംപൂ ഉപയോഗിച്ച് നാച്ചുറൽ ഓയിൽ നീക്കം ചെയ്യുമ്പോൾ തലയോട്ടി വിചാരിക്കുന്നത് അവിടെ എണ്ണ തീർന്നുപോയി എന്നാണ്. ഉടനെ തന്നെ ശരീരം പ്രതിരോധമെന്ന നിലയിൽ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ നിങ്ങൾ എത്ര കഴുകുന്നുവോ അത്രയും ഓയിലിയാകും നിങ്ങളുടെ തലയോട്ടി. ദി ആക്ഷൻ പ്ലാൻ. ഷാംപൂ ചെയ്യുന്നത് ആഴ്ചയിൽ 2-3 തവണയായി പരിമിതപ്പെടുത്തുക. ഇതിനൊപ്പം ഒരു മരത്തിന്റെ ചീർപ്പ്, വുഡൻ കോംബ് ഉപയോഗിക്കുക. ഇത് തലയോട്ടിയിലെ അമിതമായ എണ്ണയെ മുടിയുടെ അറ്റത്തേക്ക് എത്തിക്കാൻ സഹായിക്കും. മുടിക്ക് തിളക്കം കിട്ടാനും തലയോട്ടിയിലെ എണ്ണമയം ബാലൻസ് ചെയ്യാനും ഇത് സഹായിക്കും. സീക്രട്ട് നമ്പർ 5, മുടി കൊഴിച്ചിൽ നിർത്താൻ ഉള്ളിൽ നിന്ന് തുടങ്ങണം. ഇന്റേണൽ സപ്പോർട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ദിവസം 50-100 മുടി കൊഴിയുന്നത് നോർമലാണ്. എന്നാൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുറമേയുള്ള പാക്കുകളിലല്ല, നിങ്ങളുടെ ഡയറ്റിലാണ്. മുടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കൊണ്ടാണ്. നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നില്ലെങ്കിൽ ശരീരം ആദ്യം മുടിയിലേക്കുള്ള വിതരണം നിർത്തും. കൂടാതെ അയൺ, ബി വിറ്റാമിനുകൾ, സിങ്ക് എന്നിവയുടെ കുറവും മുടികൊഴിച്ചിലിന് കാരണമാകും. സ്ട്രെസ്സാണ് മറ്റൊരു വില്ലൻ. നിങ്ങൾ അമിതമായി സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് മുടി വളർച്ചയെ തടയുകയും ചെയ്യും. ദി ആക്ഷൻ പ്ലാൻ. ഭക്ഷണത്തിൽ മുട്ട, പരിപ്പുവർഗ്ഗങ്ങൾ, ചീര എന്നിവ ഉൾപ്പെടുത്തുക. നന്നായി ഉറങ്ങുക. ഒരു മൾട്ടി വിറ്റമിൻ സപ്ലിമെന്റ് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച ശേഷം തുടങ്ങാവുന്നതാണ്. ഓർക്കുക, ഹെയർ കെയർ 80% ആഹാരവും 20% മാത്രം പുറമേ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. എത്തിക്കൽ ഡിസ്ക്ലെയിമർ. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജനറലായ അറിവുകളാണ്. നിങ്ങൾക്ക് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളോ തലയോട്ടിയിൽ മുറിവുകളോ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ മടിക്കരുത്. നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. മുടി വളർത്തുക എന്നത് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിലല്ല, മറിച്ച് ശരിയായ ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനു വേണ്ടി ഞാൻ തയ്യാറാക്കിയ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4000 രൂപ വിലയുള്ള ഈ കോഴ്സ് വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കും. നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ 500-ലധികം മെമ്പേഴ്സ് ഈ കോഴ്സ് ഉപയോഗിച്ച് അവരുടെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അവരോടൊപ്പം ചേരാനും ഈ അറിവുകൾ സ്വന്തമാക്കാനും താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെറും 89 രൂപയ്ക്ക് ഇത്രയും വലിയൊരു വാല്യൂ നിങ്ങൾക്ക് മറ്റൊരിടത്തും ലഭിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇതിലും മികച്ചൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ഷാർപ്പ്, സ്റ്റേ കോൺഫിഡന്റ്.